ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് ഒരു ഇടിയപ്പമാണ്. അതിനു വേണ്ടി ഇതാ 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പുഴുങ്ങാൻ വെക്കാം. ഇതാ ഒരു നേന്ത്രപ്പഴം 3 പീസാക്കിയിട്ടാണ് ഞാൻ പുഴുങ്ങുന്നത്. ഇത് പുഴുങ്ങിയെടുത്തിട്ട് ആവി കയറ്റുന്നത് ഏറ്റവും നല്ലത്. വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ ശരിക്കും നഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നന്നായി പുഴുങ്ങട്ടെ. ഇതാ ഞാനെല്ലാം പുഴുങ്ങിയിട്ട് നന്നായി തണിഞ്ഞ് ഇനി നമുക്ക് ഇത് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കണേ. എല്ലാം തൊലി കളഞ്ഞെടുക്കുക. അതാ ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് സാധനമില്ലേ, അത് എടുത്ത് കളയണേ. പുഴുങ്ങിയിട്ടാകുമ്പോൾ അതിങ്ങനെ എടുത്ത് കളയണം. അതുപോലെ കളയണത്. ഇതാ പഴം നന്നായി ഉടച്ചെടുത്ത് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കാം. അതിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കാം. ഇത് ഞാൻ കുഴച്ചെടുത്തേ. പൊടി ഞാൻ ഇത്തിരിയും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിനെ. ഇത്ര പോലെ പൊടി 1 കപ്പിൽ ഇത്ര പോലെ ബാക്കിയാണ്. 1/4 ഭാഗം 3/4 ഭാഗം ഇട്ടു. പാകത്തിന് കുറച്ച് അരിപ്പൊടി ഇടുന്നതല്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. മധുരം വേണ്ടുന്നവർക്ക് ശർക്കരപ്പൊടിയോ അല്ല പഞ്ചസാരയോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടിയപ്പാക്കി എടുക്കാം. ഇതിന് ഉള്ളിൽ കുറച്ച് എണ്ണ തടവണേ, എന്നാലും നല്ല ശരിക്കും ഒട്ടിപ്പിടിക്കാണ്ട് ശരിക്കും കിട്ടും. അത് നമ്മൾ ഇടിയപ്പം ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബാറ്ററിങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുമല്ലോ, അത് ഫുള്ളും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സാധനം, പ്ലാസ്റ്റിക് ഒരു ചെറിയ സാധനം ഇതുപോലെ പീസ് കട്ട് ചെയ്തിട്ട് ഇതിന് കണക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളും കിട്ടും നമുക്ക് കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. ഇതിനെല്ലാം ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. നമുക്കിനി ഇടിയപ്പം ചുട്ടെടുക്കുക. പഴം ഇടിയപ്പം. ഇടിയപ്പം ഓക്കെ ആയ നമുക്കെടുക്കാം. പഴം ഇടിയപ്പം റെഡിയായി. അങ്ങനെ നമ്മുടെ പഴം ഇടിയപ്പം റെഡിയായ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മധുരം കുറച്ചധികം വേണ്ടവർ കുറച്ച് ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയോ ഇട്ടാൽ മതി. ഏത്തപ്പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം ഉപയോഗിക്കുക, രാത്രി ഉപയോഗിക്കുക, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുക. എല്ലാം നല്ല ഹെൽത്തി അല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.